ഇങ്ങനെയാണ് ചേച്ചി ചെയ്യണേ. കാരണം മൂത്രം ഒന്നും അപ്പുറം സൈഡിലേക്ക് പോവാത്ത രീതിയിലാണ് ചെയ്യുന്നത്. വീടിനോട് ചേർന്ന് പശുക്കളെ വളർത്താൻ എത്രത്തോളം സ്ഥലം വേണം? ശരിക്കും കുറഞ്ഞ സ്ഥലം മതി എന്നതാണ് സത്യം. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മായന്നൂർ എന്ന സ്ഥലത്ത് ലീല എന്ന വീട്ടമ്മയുടെ പശുത്തൊഴുത്തിലാണ്. ചേച്ചിക്ക് ആകെ 4 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. ഈ സ്ഥലത്താണ് വീടും വീടിനോട് ചേർന്ന് പശുത്തൊഴുത്തും ഉള്ളത്. ചേച്ചിക്ക് ഇവിടെ ഒരു പശു മാത്രമേ ഉള്ളൂ. ഒരു പശുവിൽ നിന്ന് ദിവസം 250 രൂപ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്നത് ലീല എന്ന വീട്ടമ്മയുടെ ചെറിയ സ്ഥലത്തുള്ള പശു വളർത്തലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ചേച്ചി നമസ്കാരം. ഓക്കെ, പേര് പറയാവോ? ലീല. സ്ഥലം പറയാവോ? മായന്നൂര്. ഓക്കെ. അപ്പൊ ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഈ കുറച്ച് സ്ഥലത്ത് എങ്ങനെ ഈ 2 പശുക്കളെ വളർത്തുന്നത്? അവര് നമ്മളൊന്ന് പ്രസവിച്ച് അതിൻ്റെ ഒരു വിധം ആയി കഴിയുമ്പോൾ മറ്റേ കുട്ടികളെ പുറത്ത് കൊണ്ട് കെട്ടിയിട്ടും അങ്ങനെ അവിടെ അടുത്തുള്ള വളപ്പിലോ പാടത്തൊക്കെ കൊണ്ട് കെട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ അതിന്റെ സൗകര്യത്തിന് ഒരു ഇതൊക്കെ നമ്മൾ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതെ. അപ്പൊ ഇതാണ് ചേച്ചിയുടെ പശുത്തൊഴുത്ത്. നമ്മൾ പണ്ടൊക്കെ അമ്മമാര് വളർത്തില്ലേ പശുക്കളെ, അതേ രീതിയിലായിട്ട് പശുക്കളെ വളർത്തുന്നത്. വളരെ ചെറിയ സ്ഥലത്താണ്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. ഇവിടെ റബ്ബർ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ പഴയ രീതിയിലുള്ള പുൽത്തൊട്ടിയുണ്ട്, പിന്നെ വളരെ ഹൈറ്റ് കുറഞ്ഞാണ്. കുറച്ച് സ്ഥലമുള്ളൂ, ചെറിയ സ്ഥലമുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിലെ മൂത്രവും കാര്യങ്ങളൊക്കെ എവിടെയാ പോണേന്ന് വിചാരിക്കും. ചേച്ചി എങ്ങനെയാണ് ഇതിന്റെ മൂത്രവും കാര്യങ്ങളൊക്കെ? കുഴി എടുത്തിട്ട് അതിനകത്ത് പാത്രത്തിലാക്കി എടുത്തു വെച്ചേക്കണം. ഇതുണ്ടോ, വളരെ ചെറിയ ചാണകുഴിയാണ്. കണ്ടോ, ഈ ഇവിടെ ഒരു പാത്രം വെക്കും അല്ലേ? അത് പാത്രം മൂത്രം എടുക്കാൻ വേണ്ടിട്ട് അതിന് മുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെടുത്തിട്ട് ആ ക്യാനിലാക്കിയിട്ട് നമ്മള് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ട് കൊടുക്കും, അതല്ലെങ്കിൽ പുറത്ത് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളയും. ഈ ക്യാനിലാണ് ചേച്ചി മൂത്രം പിടിക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് പിന്നെ പാടത്ത് കൊണ്ടേ ഒഴിക്കും, അല്ലെങ്കിൽ ചേച്ചി ചെറിയൊരു ചീരകൃഷിയുണ്ട്, അതിലേക്ക് ഒഴിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ തൊട്ടടുത്ത് വീടും കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് പോലും ചേച്ചി നല്ല രീതിയിൽ പശുക്കളെ വളർത്തുന്നുണ്ട്. ഇപ്പൊ എത്ര വർഷമായിട്ടാണ് ഈ പശു വളർത്തൽ തുടങ്ങിയത്? 10-30 വർഷത്തിൽ മേലെയായി കാണും. 30 വർഷമായി. അപ്പൊ അമ്മ വളർത്തിക്കൊണ്ടിരുന്ന പശുവാണ്. ഓക്കെ. ചേച്ചിയുടെ അമ്മ 90 വയസ്സ് വരെ അമ്മ പശുവിനെ വളർത്തിയിരുന്നു. അത് നമ്മള് ഏറ്റെടുത്തതാണ്. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ എത്ര പശുവിനെ വളർത്തി? 2-3 വർഷമായി. 3 വർഷം. ഈ ഒറ്റ പശു മാത്രമാണ് ഇതുപോലത്തെ? എത്ര പശു വരെ വളർത്തി? ഇവര് 4ാമത്തെയാണ് ഇപ്പൊ എന്റെ. ആദ്യത്തെ പശു പ്രസവിച്ച് അത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ കൊച്ചാണിത്, അതിന്റെ കൊച്ചാണ് ഇത്. ആദ്യത്തെ ഒരു കൊച്ചുണ്ടായിരുന്നു, മൂരിക്കുട്ടിയായിരുന്നു, അതിനെ കൊടുത്തു. അങ്ങനെ അതായത് ചേച്ചി ഇവിടെ ഒറ്റ പശുവിനെയാണ് വളർത്തുള്ളൂ. ഒരു പശു, കറക്കണ പശു, പിന്നെ കുട്ടീനെയാണ് വളർത്തുള്ളൂ. ഇവിടെ 2 എണ്ണത്തെ വളർത്താനുള്ള സൗകര്യമുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം അല്ലേ? അതെ അതെ. അപ്പൊ ആദ്യത്തെ പശു എത്ര പ്രസവം വരെ ഉണ്ടായിരുന്നു ഇവിടെ? ആദ്യത്തെ ഒരു 4ാമത്തെ പ്രസവത്തിനാണ് അമ്മ ആദ്യത്തെ പശുവിനെ കൊടുത്തത്. ഓക്കെ. 4ാമത്തെ പ്രസവം ശരിക്കും അതിനെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോന്നായിട്ട് നിർത്താൻ തുടങ്ങിയത്. അപ്പൊ ആദ്യത്തെ പ്രസവത്തിന് കുട്ടികളുണ്ടാവില്ല, അപ്പൊ ആ കുട്ടികളൊക്കെ ഇവിടെ നിർത്തുവോ? ഇവിടെ നിർത്തിയായിരുന്നു. അന്നൊക്കെ അവര് പിന്നെ വലുതായി പ്രസവിക്കാനുള്ള സമയം വരുന്നവരെ അവരെ പ്രസവത്തിന്റെ ആ ഒരു പ്രസവം ആദ്യത്തെ 1-2 പ്രസവം ഇവിടെ നിർത്തും. പിന്നെ ഇതേപോലെ വരുമ്പോ ആദ്യത്തെ അതിന്റെ അമ്മേനെ കൊടുക്കും. അങ്ങനെ മാറി അങ്ങനെ തലമുറയായിട്ട് കൊണ്ട് നടക്കുകയാണ് ഇവര്. അതെ അതെ. അതായത് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങാതെ ആ ഒറ്റ പശുവിനെ ചേച്ചി വാങ്ങിച്ചല്ലേ? അത്ര തന്നെ. അതിന്റെ കുട്ടികളാണ് പിന്നീട് വന്നത്, തലമുറയായിട്ട് വന്നതാണ്. പിന്നുള്ളതൊക്കെ അവരുടെ തലമുറയാണ്. അപ്പൊ ഇതിപ്പോ എത്ര ലിറ്റർ പാലുൽപാദനമുള്ള പശുവാണ്? ഫസ്റ്റത്തെ പ്രസവമാണ് 7 ലിറ്റർ പാല് കിട്ടുന്നുണ്ട് രാവിലെ. ഒരു മിനിറ്റ്, അത് ഇപ്പൊ തന്നെ മൂത്രം പിടിക്കണം നോക്കാം. ഇങ്ങനെയാണ് ചേച്ചി ചെയ്യണേ. കാരണം മൂത്രം ഒന്നും അപ്പുറം സൈഡിലേക്ക് പോവാത്ത രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ച് മൂത്രം മാത്രമേ പോവുള്ളൂ, അത് പിടിച്ച് ക്യാനിൽ ഒഴിച്ചു വെക്കും. അപ്പൊ എപ്പോഴും ഇങ്ങനെ നിക്കണ്ടേ ചേച്ചി? അങ്ങനെയൊന്നുമില്ല, ഞാൻ അതിലും മുക്കി എടുക്കുമല്ലോ. ഇതിപ്പോ നമ്മൾ കണ്ടതുകൊണ്ട് അങ്ങനെ ഒഴിച്ചെടുത്തതാണ്. അത് അതിൽ നിന്ന് മുക്കി എടുക്കന്നെ പതിവ്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. അത് നിങ്ങൾ നോക്കിയത് മനസ്സിലാവും. പക്ഷെ അതിൽ നിന്ന് മുക്കിയെടുക്കാൻ അങ്ങോട്ട് കടക്കാനും കയറാനും ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞാൻ കാണുമ്പോ ഓടി വന്ന് എടുക്കുക മാത്രം. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ വീട് എത്ര സെന്റിലിരിക്കുന്നേ? 4 സെന്റ്. 4 സെന്റില് പശുത്തൊഴുത്തും വീടുവോ? എന്റെ പൊന്നെ, നോക്കിയ ചെറിയ സ്ഥലത്താണ്. നമുക്ക് എന്താ ഒറ്റ പശു കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വളരെ ചുരുക്കമാണ്, എങ്കിലും നമുക്ക് പിടിച്ചു നിക്കാം. നമ്മുടെ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ എത്താം. പക്ഷെ കുറച്ച് പ്രശ്നമൊക്കെ ബാധ്യതയുണ്ട്, അതിലേക്കൊന്നും എത്തില്ല. അതിനിപ്പോ മോളുടെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വേണം. 2 ചെലവും കാര്യങ്ങളും നടത്താൻ വേണ്ടി 2 പെൺപിള്ളേരാണ്. അതെ. പെൺപിള്ളേരെ എങ്ങനെ ചേച്ചി വേറെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു? അത് എങ്ങനെയാണ് ഈ പശു വളർത്തലിലൂടെ? പശു വളർത്തൽ തന്നെ. ഒറ്റ പശുവും കൊണ്ട് ചെയ്യാൻ പറ്റും? അല്ല, പിന്നെ ഞാൻ ആദ്യം കൈത്തറിയായിരുന്നു, നെയ്ത്തിന് പോയിട്ടുണ്ടായിരുന്നു. അമ്മ ഇവിടെ ഉള്ളപ്പോ ഞാൻ കൈത്തറി നെയ്ത്തിന് പോയിട്ടുണ്ടായിരുന്നു. നെയ്ത്തിന്റെ അതിലങ്ങനെ നിൽക്കും. അമ്മ ഇതിനെ നോക്കുമായിരുന്നു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവായിരുന്നു. അമ്മ തീരെ കിടപ്പായപ്പോ അമ്മയ്ക്ക് പറ്റാണ്ട് വന്നപ്പോ ഞാൻ കൈത്തറി നിർത്തി.
അത് ഏറ്റെടുത്തു നമ്മൾ. അത് ഏറ്റെടുത്തു. അമ്മ വളർത്തണ കണ്ട് നല്ലൊരു വരുമാനമാണെന്ന് അമ്മ വിചാരിച്ചു. പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുക്കല്ലേ, പശുവിനെ കൊടുക്കല്ലേ, അമ്മ മോള് പ്രചരണത്തിന് നിർത്തിക്കോ, എത്ര കാലം കഴിഞ്ഞാലും അതിനെ നിർത്തണം എന്ന് പറയായിരുന്നു. അതെ അല്ലേ? അമ്മ ഒരു വരുമാനമാർക്ക് നമുക്ക് പറഞ്ഞു തന്നു, അത് നമ്മൾ പിന്തുടർന്നു അല്ലേ? അതെ, ഇവിടുത്തെ ചാണകക്കുഴി കാണിച്ചു തരാമേ. ഇതാട്ടോ, ഇത് ചാണകക്കുഴിയാണ്. ഇത് ഇച്ചിരി കുറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്ത് ചേച്ചി ചാണകമൊക്കെ? അടുത്തുള്ള വീട്ടുകാരടുത്ത് പോയി ചോദിച്ചിട്ട് അവരോട് കൊണ്ടുപോകാൻ പറയുമായിരുന്നു. അതെയോ? അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ അതിന്? വളരെ പച്ചച്ചാണകല്ലേ? പച്ചച്ചാണകം തന്നെ. ഉണക്കാനുള്ള സൗകര്യം ഇല്ലേ? അതെ, ശരിയാണ്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, കിട്ടുന്ന ആട്ടെന്ന് വിചാരിച്ചല്ലേ? ഇത് നമുക്ക് വേസ്റ്റ് ആണ്, പിന്നെ മണം ഉണ്ടാവാതിരിക്കണം, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചോണ്ടല്ലേ? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഒക്കെ വീടുകളല്ലേ, തൊട്ട് വീടുകളല്ലേ. അതാണ്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പോ മഴ വരുമ്പോഴേക്കും ഇതൊക്കെ ഷീറ്റ് ഇട്ടിട്ട് അടച്ചു വെക്കും. അതെയോ? ഒക്കെ വെള്ളം പുറത്തും പോകാൻ പാടില്ല, ഉള്ളിൽ ഇറങ്ങാനും പാടില്ലല്ലോ. അപ്പൊ വെള്ളം നിറഞ്ഞാൽ പുറത്ത് ലീക്കാവില്ലേ? അപ്പൊ അതൊന്നും വരാൻ പാടില്ല എന്നാണ് ഉള്ള സൗകര്യത്തിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാട്ടോ, ഉള്ള സൗകര്യത്തിൽ വൃത്തി മെനക്കും ചെയ്തിട്ടുണ്ട്. നോക്കി, ഇവിടെ ഷീറ്റിട്ടുണ്ട്. പശുക്കൾക്ക് യാതൊരു പ്രശ്നമില്ല, അവർ നിൽക്കാൻ നല്ല സുന്ദരമായ രീതിയിലാണ് ഈ ഒരു പശു വളർത്തല്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ. ഇപ്പുറ സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ മതി, അവിടെ റോഡ് സൈഡാണ്. എന്നിട്ട് പോലും യാതൊരു മണോ കാര്യങ്ങളും ഇല്ല. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചേച്ചി, ഇപ്പൊ ഇത് ജേഴ്സി പശു അല്ല, നേരത്തെ ജേഴ്സി പശുവിനെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ എന്തോരം പാല് കിട്ടിയായിരുന്നു? നല്ല പാലുണ്ടായിരുന്നു. 10, 12, 13 ലിറ്റർ വരെ പാല് കിട്ടിയായിരുന്നു അതിന്റെ അകട് കാലത്ത്. അപ്പൊ അത് അകട് നമുക്ക് സൗകര്യമില്ല, നടത്താനും കടത്താനുള്ള സൗകര്യമില്ല. നീര് കിട്ടിയായിരുന്നു, കറന്നെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ നീര് വന്നപ്പോ അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടായി. അതിന് കാണുമ്പോ നമുക്ക് വിഷമം. അപ്പൊ പിന്നെ ഞാൻ നല്ല പശുവായിരിക്കും. നല്ല പശുവായിരുന്നു. എല്ലാവരും വന്ന് ചോദിക്കായിരുന്നു, തരുവോ എന്ന് ചോദിക്കായിരുന്നു. പക്ഷെ എനിക്ക് കൊടുക്കാനും മടിയായിരുന്നു. നല്ല പാലുണ്ടല്ലോ. പക്ഷെ അതിങ്ങനെ അതിനും ബുദ്ധിമുട്ട് വരുമല്ലേ. അപ്പൊ പിന്നെ ഞാൻ അവിടെ ആ കുട്ടീനെ, അവന്റെ മോളുടെ ഭർത്താവുള്ള കാരണം അവർക്ക് മോള് കൊണ്ടേ കറക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ്. ഓക്കെ, നല്ല പശുവായിരുന്നു അല്ലേ? പശുവായിരുന്നു. ചേച്ചി, അപ്പൊ ഈ പാലിന്റെ വിൽപ്പന എങ്ങനെയാന്ന്? പാല് അത്യാവശ്യം വീട്ടാവശ്യക്കാർക്ക് കൊടുക്കും, ബാക്കിയുള്ള സൊസൈറ്റി കൊടുക്കും. സൊസൈറ്റിയില്ല. അപ്പൊ നമ്മള് എത്ര ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു ഈ പശുവിന് പാല്? 7 ലിറ്റർ. അപ്പൊ ഫസ്റ്റ് പ്രസവിച്ചപ്പോ 7 കിട്ടിയായിരുന്നു. ഇപ്പൊ 3.5, 4 ഒക്കെ ആയിട്ട് കിട്ടുന്നു. അത് 3 മാസം കഴിയുമ്പോ മതിയും കാര്യങ്ങളൊക്കെ ചെന പിടിക്കാറാകുമ്പോ ഓക്കെ. അപ്പൊ ഈ 7 ലിറ്റർ എവിടെ കാലത്ത് വീടുകളിലാണ്? അത്യാവശ്യം വീടുകളിൽ കൊടുക്കുമായിരുന്നു, ബാക്കിയുള്ളതൊക്കെ സൊസൈറ്റി കൊടുക്കും. എത്ര വീടുകളിൽ നമ്മൾ കൊടുക്കും? 4-5 വീടുകളിൽ കൊടുക്കുന്നുണ്ട്. അത് 1 ലിറ്റർ 1 ലിറ്റർ വെച്ച് കൊടുക്കൂല? 2 നാഴി അത്ര. അതെ, ഓക്കെ. അപ്പൊ സൊസൈറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വൈകിട്ടത്തെയാണോ നമ്മൾ കൊടുക്കണേ പാല്? കാലത്തെ. വൈകിട്ടത്തെ ഇവിടെ കൊടുക്കും. ഓക്കെ. അതിപ്പോ നമുക്ക് സൊസൈറ്റിയിൽ എത്ര പൈസ കമ്മിയാണ്, അതാണ് നഷ്ടം. അതെല്ലേ? സൊസൈറ്റി കൊടുക്കുന്നത് നമുക്ക് വീടുകൾ ഇവിടെ ഇപ്പൊ ഈ ഗ്രാമത്തിന്റെ ഏരിയ ആയതുകൊണ്ട് വീടുകളിൽ ഇപ്പൊ എത്ര കൊടുക്കാൻ പറ്റുന്നുണ്ട്? 20 രൂപ വെച്ച് കൊടുക്കും. നാഴിക്ക് 20 രൂപ. ഓ, നാഴിക്കണക്കാണ് ഇവിടെ. എന്റെ പൊന്നു കൊള്ളാട്ടോ. കാരണം നാഴിക്ക് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം പണ്ടത്തെ കാലത്ത് നമ്മൾ അങ്ങനെയല്ലേ കൊടുത്ത, നാഴി 2 നാഴി അങ്ങനെ വെച്ചിട്ടല്ലേ. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. അതെല്ലേ? ഓ, ലിറ്റർ കണക്കല്ല, സൊസൈറ്റി മാത്രം ലിറ്റർ കണക്കുള്ളൂ. ലിറ്റർ കണക്കിന്. ഓക്കെ, കണ്ടോ, അതാണ് മാർക്കറ്റിംഗ്. പാൽ എത്ര കൊടുത്ത് നമുക്ക് പൈസ കിട്ടാവോ അത് നമ്മൾ കൊടുക്കാം. ഇപ്പൊ കുറച്ച് മതി, കുറച്ച് കൊടുക്കാം. ഇപ്പൊ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആയിരിക്കും കൂടുതൽ വാങ്ങണായിരിക്കും. അതെ. ചേച്ചി, അപ്പൊ ഇവിടെ എങ്ങനെ തീറ്റ കൊടുക്കണേ നിങ്ങൾക്ക്? ഞങ്ങൾ അടുത്ത വീട്ടുകളിലത്തെ കഞ്ഞിയൊക്കെ എടുത്തോണ്ട് വരും. കഞ്ഞി എടുത്തോണ്ട് വന്ന കഞ്ഞിക്ക് നല്ല കട്ടി ഉണ്ടാവുമല്ലോ. അപ്പൊ അധികം നമ്മൾ തീറ്റ കൊടുക്കുന്നില്ല, അവർക്കത് ദഹിക്കില്ലല്ലോ. അപ്പൊ ഉള്ള തീറ്റ 2 നേരം 1 കിലോ വെച്ച് കൊടുക്കുന്നുള്ളൂ. പെല്ലറ്റ് മാത്രമേ? പെല്ലറ്റ് 2 നേരം കൂടി 2 കിലോ കൊടുക്കും. അത്രേ ഉള്ളൂ. അത്ര കൊടുക്കും. നല്ല കഞ്ഞി കിട്ടും. കഞ്ഞി ഇപ്പൊ എന്തോരം കൊടുക്കുമ്പോൾ? അതിന് 1 പാക്കറ്റ് 1.5 പാക്കറ്റ് അതിന് കൊടുക്കും, ഇതിനൊരു പാക്കറ്റ് കൊടുക്കും. അത് 3 നേരം കൊടുക്കും. അങ്ങനെ ഓരോ പാക്കറ്റ് കഞ്ഞി. അത് നേരത്തെ മുതൽ ശീലിച്ചതാണ്. നമ്മള് അങ്ങനെ കൊടുക്കാന്ന് കണ്ടിട്ടില്ല, അതാണ് ചോദിച്ചത്. കുറച്ച് മാത്രം നമ്മൾ കൊടുക്കണം, ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതിനൊരു പാക്കറ്റ് കഞ്ഞി അത് കാലത്ത് വിടുമ്പോ കൊടുക്കും, പിന്നെ ഉച്ചയ്ക്ക് ഇപ്പൊ വന്നപ്പോ കൊടുത്തില്ലേ, ഇനി നമ്മൾ വൈകിട്ടും ഇതേപോലെ ഒരു പാക്കറ്റ് കൊടുക്കും. അതപ്പോ അവർക്ക് ശീലമായി. അപ്പൊ പെല്ലറ്റ്, അപ്പൊ അധികം തീറ്റ ചെലവ് വരുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ തീറ്റ കൊടുക്കും. പാലെങ്ങനെയാണ്? പാലുൽപാദനം എങ്ങനെയാണ്? നമുക്ക് കുഴപ്പമൊന്നുമില്ല. കഞ്ഞി കൊടുക്കുമ്പോ ഈ പച്ചക്കറിയുടെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. കഞ്ഞിക്കകത്ത് എല്ലാവരുടെയും പച്ചക്കറി ഉണ്ടാകാറുണ്ട്, അതങ്ങനെ കൊടുക്കും. പിന്നെ നമുക്ക് തവിടൊന്നുമില്ല. ഈ പെല്ലറ്റിന്റെ 1 കിലോ ചിലപ്പോ 1.5 കിലോ കഞ്ഞി കമ്മിയാണെന്നുള്ള സമയത്ത് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. സാധാരണ നമ്മൾ ഈ പശുവിന്റെ പാലുൽപാദനം അനുസരിച്ച് നമ്മൾ കൊടുക്കാറുള്ള. ചേച്ചി ഇവിടെ ശീലിച്ചതാണ്, പശുക്കൾക്ക് അത് ശീലമായത് കൊണ്ടാണ്. പിന്നെ അതിനൊപ്പം തന്നെ കഞ്ഞിയും കൊടുക്കുന്നുണ്ട്. അതാണ് എന്താ പറയുക, തീറ്റക്രമം ബാലൻസ് ചെയ്ത് പോകുന്നത് അല്ലെ ചേച്ചി? അപ്പൊ ഇവിടെ മൂരിക്കുട്ടികൾ ഉണ്ടാകുമ്പോൾ വിൽക്കാറുണ്ടോ?
മൂരിക്കുട്ടികൾ അധികം ഉണ്ടാകാറില്ല, കൂടുതലും പശുക്കുട്ടികൾ തന്നെ ഉണ്ടാകാറ്. ഒരെണ്ണം രണ്ടെണ്ണം എങ്ങാണ്ട് ഉണ്ടായിട്ടുള്ളൂ. അതെയോ? അതേ കൊടുക്കുക. അതുകൊണ്ട് ഇതിപ്പോ ഇതെങ്ങനെയാ പശുവിനെ വളർത്തുന്ന എങ്ങനെ രീതി എങ്ങനെയാ ചേച്ചി? എന്താ ഒരെണ്ണത്തിന് ഇപ്പം ചേന അതിനിപ്പോ ചേനയുണ്ട്. അതിനിപ്പോ അടുത്ത പ്രസവം ആകുമ്പോ നമുക്ക് നോക്കാൻ സൗകര്യം ഇല്ലാത്ത കാരണം കൊടുക്കുകയാണ്. അടുത്ത പ്രസവത്തിനാണ് ശരിക്കും നിർത്തേണ്ടത്, പാലും കൂടി കിട്ടുന്ന സമയം അതാണ്. പക്ഷെ നമുക്ക് സൗകര്യം ഇല്ല. അപ്പൊ ഇവളാണെങ്കിൽ ഇപ്പൊ നല്ലൊരു കുട്ടിയാണ്, അപ്പൊ അതിനെ കൊടുക്കാനും പറ്റില്ല. അപ്പൊ ആ ഒരു വിഷമമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ പിടിച്ച് നിർത്തും. അതിനെ 2 പ്രസവം കഴിഞ്ഞാൽ ഇതായി കൊടുക്കും. അതായത് ഇത് സെക്കൻഡ് പ്രസവത്തിന് ചെന പിടിപ്പിച്ചിട്ട് അതിനെ കൊടുക്കും, എന്നിട്ട് അപ്പത്തേക്ക് ഇത് ഏകദേശം പ്രസവിക്കാറാവും. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഈ കുട്ടിക്ക് മതി കാണിച്ചോ? 2 പ്രാവശ്യം മതി കാണിച്ചു. ഓക്കെ. എത്ര മാസം പ്രായമുണ്ട്? 13 മാസം. 13 മാസം. നല്ല കുട്ടിയാണ്, നല്ല കറുത്ത കുട്ടി. ഇതിന്റെ പാലൊക്കെ നല്ല അടിപൊളിയായിരിക്കും, നല്ല കൊഴുപ്പുണ്ടാവും. വീടുകളിൽ കൊടുത്തു കഴിഞ്ഞാലും സൊസൈറ്റി കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം പൈസ കിട്ടും അല്ലേ? അപ്പൊ അതെ, ഇവിടെ തീറ്റ കൊടുക്കുന്ന പാത്രം കാണിച്ചാൽ ഈ ഒരു പാത്രത്തിലാണ് തീറ്റ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അതിപ്പോ നമുക്ക് തീറ്റ ചെലവ് എന്തോരം വരും ചേച്ചി? ഇതിന് ഒരു പാത്രം കൊണ്ടുവന്ന കാലത്തും വൈകിട്ടും കൊടുക്കും. അതായത് 1 കിലോ വെച്ച് 2 കിലോ അതിനകത്ത് കൊള്ളും. 2 നേരത്തേക്ക് 1 കിലോ ഇട്ട് കൊടുക്കും. അപ്പൊ 60 രൂപ വെച്ചല്ലേ? 60 രൂപ വെച്ച് 60 രൂപയാവുള്ളൂ. അപ്പൊ ഇവിടെ തീറ്റ ചെലവ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ പാല് കൊടുക്കണത് 20 രൂപയ്ക്കാണ്. പിന്നെ അതുപോലെ തന്നെ സ്ഥലം വളരെ കുറവാണ്. അതിൽ നിന്നുകൊണ്ടാണ് ചേച്ചി ഈ പശു വളർത്തുന്നത്. അടിപൊളിയായിട്ട് വളർത്തുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി. അപ്പൊ ഈ 2 പശുക്കളല്ലേ ഉള്ളൂ? അപ്പൊ കാലത്ത് എത്ര മണിക്ക് ഇതിന് വേണ്ടി ഈ ഒരു പശുക്കൾക്ക് വേണ്ടി എഴുന്നേക്കും? ഞാൻ 4:30 എഴുന്നേക്കും. 4:30 എഴുന്നേക്കും. അപ്പൊ ഇതുങ്ങൾക്ക് പുല്ലൊക്കെ കൊടുക്കണ്ടേ? പുല്ലൊക്കെ എവിടുന്ന? പാടത്തോ വല്ല വളപ്പിലൊക്കെ എവിടെയെങ്കിലും പോയി കൊണ്ടുവന്ന് കുറച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ, മഴയുള്ളപ്പോ കിട്ടും. മഴ ഇല്ലാത്തപ്പോ നമുക്ക് കിട്ടാറില്ല. അപ്പൊ വൈക്കോല് കുറച്ച് വാങ്ങി വെക്കും. അപ്പൊ അത് ഇട്ട് കൊടുക്കും. വൈക്കോലിന് തീറ്റ കമ്മിയാണ്, വളരെ കമ്മിയായിട്ട് തിന്നുള്ളൂ. പുല്ലെന്നെ അവർക്ക് നിർബന്ധം. അത് എവിടെന്നെങ്കിലൊക്കെ അതെ കുറച്ചൊക്കെ ആയിട്ട് എവിടെയെങ്കിലും കിട്ടും. അപ്പൊ എത്ര സമയം നമ്മള് പാടത്ത് വിടും? രാവിലെ ഞാൻ ഒരു 9 മണിക്കൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഇതപ്പോഴേ കൊണ്ടുവന്ന്. അവിടെ തണുപ്പുണ്ടേ, അപ്പൊ ആ തണുപ്പിന്റെ സൗകര്യത്തിന് അവിടെ കൊണ്ട് കെട്ടിയിടും. ഇവിടെ ഒരുപാട് എന്താ പറയുക നെൽകൃഷിയുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണല്ലേ? ഇപ്പൊ കൊയ്ത്തിന്റെ സമയം കഴിഞ്ഞു. അപ്പൊ പാടത്ത് നിങ്ങളെ കൊണ്ടുവരുത്തി ഇഷ്ടംപോലെ പുല്ല് അവിടെ ഉണ്ട് അല്ലേ? പിന്നെ ഉണ്ടല്ലോ, ഈ ചേച്ചി നിങ്ങൾ എത്ര നേരം കുളിപ്പിക്കും? തണുപ്പാണ്, തണുപ്പ് മെയിനാണ് അവർക്ക്. രാവിലെ വിടുമ്പോ കുളിപ്പിക്കും, ഉച്ചയ്ക്ക് കൊണ്ടുവരുമ്പോ കുളിപ്പിക്കും, ഉച്ചയ്ക്ക് വിടുമ്പോ കുളിക്കും, വൈകിട്ട് വന്നാലും കുളിക്കും. 4 നേരം കുളിക്കും. 4 നേരം കുളിപ്പിക്കും. നല്ല വൃത്തിയായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഈ സ്ഥലത്ത് നല്ല വൃത്തി വേണം, ഒരു മണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് പശു വളർത്തേണ്ടത്. ഒട്ടും മണമില്ല, സൂപ്പർ ആട്ടോ. എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. ചേച്ചി അപ്പൊ ഈ പശു വളർത്തുന്നതിന് വേണ്ടി ചേച്ചി ഗവൺമെന്റിന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. 30 വർഷമായിട്ട് കിട്ടില്ല. 30 വർഷമായിട്ട് ഞാൻ ഇത് വെറുതെ അങ്ങനെ പട്ടയിട്ട് മേഞ്ഞ ഷീറ്റ് ടാർപ്പായ കെട്ടിയെടുക്കുമായിരുന്നു. അമ്മയൊക്കെ ഉള്ള സമയത്ത് വെറുതെ അങ്ങനെ തകരത്തിന്റെ വെച്ചിട്ട് ടാർപ്പായിട്ട് കെട്ടിയേക്കാണ്. ഇതിങ്ങനെ പൊട്ടി വീണ് അമ്മക്ക് ഇവർക്ക് കിടക്കാനും സൗകര്യം ഇല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോ ഇപ്പൊ അവളുടെ പശു ആ പാലിന്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടത്. 30,000 രൂപയായി. നമുക്കൊരു 10 രൂപ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. 30,000 രൂപ ഇത് ഇടയ്ക്ക് 10 ഒന്നും കിട്ടിയിട്ടില്ല, ഇവിടുന്ന് കിട്ടിയിട്ടില്ല. ഇതിപ്പോ ഇവിടെയൊക്കെ അത് പൊട്ടിപ്പൊളിഞ്ഞിട്ട് കിടക്കാൻ സൗകര്യം ഇല്ലാണ്ട് ഇതിപ്പോ 3,200 രൂപയാണ് ഇപ്പൊ ഇതിന് ഒരെണ്ണം. ഈ ഒരു പശുവിന്റെ പാലിന് അതിന്റെ വരുമാനത്തിലാണ് ഇപ്പൊ ഇത് ചെയ്തത്. ഇതിന്റെ പാലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണോ ഇതാണ് ചെയ്തത്? നമുക്കൊന്നും കാര്യമായിട്ട് എന്തൊന്നും കിട്ടാനില്ല ഇപ്പൊ. ഇനിയിപ്പോ അടുത്ത പ്രസവത്താകുമ്പോഴേക്കും ഇത് ഇങ്ങനെ സൗകര്യം ചെയ്ത കാരണം ആ ഒരു കുറച്ച് കടങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അടുത്ത പ്രസവത്തില്. ഈ ആകെയുള്ള വരുമാനം ഈ ഒരു പശു മാത്രമേ ഉള്ളൂ. അപ്പൊ ചേച്ചിയുടെ വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ മോളും ഉണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് തിരുവല്ലാമലയാണ്. അവർക്ക് അവിടെ സുഖമില്ല, തീരെ വയ്യാണ്ടിരിക്കുന്ന ഒരാളാണ്. അവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. അപ്പം മോള് ജോലിക്ക് പോകുന്നുണ്ട്? മോള് ഒരു ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒറ്റപ്പാലത്ത്. അവര് മക്കളൊക്കെ ഇവിടെയല്ലേ? അവര് 2 പിള്ളേരുണ്ട് ഇവിടെ. അപ്പൊ മോളുടെ സപ്പോർട്ടും ചേച്ചിയുടെ ഈ പശു വളർത്തുന്ന വരുമാനം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു മോള് കൂടെ ഉണ്ട്, ഇവിടെ അടുത്ത് തന്നെ. അവൾക്കും ജോലിയൊന്നും ആയിട്ടില്ല. ബി.എഡും എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ജോലിയുടെ കാര്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. PSC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. ജോലിയൊന്നും ആയിട്ടില്ല. ഈ ഷെഡ് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഇതിപ്പോ ഇങ്ങനെ റിപ്പയർ ചെയ്തിട്ട് 1 വർഷം ആവണല്ലോ. അതെ, അതിന് മുന്നേക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ? ആകെ എന്താ പറയാ, പട്ടയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടും ടാർപ്പായ കെട്ടിയിട്ടൊക്കെ ആയിരുന്നു. അത് പിന്നെ കുറച്ച് പട്ടിയൊക്കെ വെച്ച് ഓടൊക്കെ ആ സൈഡിൽ ഓടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടി വീണു. പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുക്കാനൊക്കെ പോയി, ഒന്നും കിട്ടിയതൊന്നുമില്ല. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഈ കക്കൂസൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും പഞ്ചായത്തിൽ പോയിട്ട് എഴുതി കൊടുത്തു, അതിനും ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല.
ചേച്ചി എന്തായാലും ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടട്ടെ. ഞങ്ങൾ ഈ ഒരു പശുത്തൊഴുത്ത് എന്ന് വെച്ചാൽ ചാർത്തി എടുത്തേക്കുന്നതാണ്. ഉള്ള സ്ഥലത്താണ് ഈ പശുക്കൾ നിർത്തി. ഇവിടെ ഇപ്പൊ എത്ര പശുക്കൾ നിർത്താവുന്ന രീതിയിൽ ചെയ്തേക്കണം? ഇതില് ഒരു പശു 3 നിർത്താം. പക്ഷെ അത് കഷ്ടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനും അവർക്ക് കടക്കാനും സൗകര്യം പോരല്ലോ. അതെ അതെ. അത് കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോ 3 നിർത്താം. ഇത്തിരി വലുതാവുമ്പോ പറ്റില്ല. അപ്പൊ ഞാൻ അപ്പുറത്ത് കെട്ടും, കുഞ്ഞു കുട്ടിയാകുമ്പോ അപ്പുറത്ത് കെട്ടും. 2 എന്തായാലും ഇതിൽ കിടക്കാം. സാധാരണ ഞങ്ങൾ പല കർഷകരുടെ അടുത്ത് പോകേണ്ട എന്താ പറയാ വലിയ ഫാമിലൊക്കെ പോകുമ്പോൾ എന്താ പറയാ നീണ്ട അറിവുള്ള ഹൈബ്രിഡ് പശുക്കളായിരിക്കും കൂടുതൽ. അത്യാവശ്യം നല്ല ഒരു ദിവസം ഒരു 500 രൂപ നമുക്ക് ലാഭം കിട്ടും. പക്ഷെ ഈ ഒരു പശു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ചേച്ചി? എന്റെ ഒരു സംശയമാണ്. അതിലൊരു കഷ്ടിപ്പ് ഒരു 100, 200, 300 ഒക്കെ കിട്ടും. അവരുടെ തീറ്റ കഴിച്ചാൽ നമുക്കൊരു 10, 200 രൂപ കിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു എത്ര വരും? ഒരു 100 രൂപ രണ്ടുപേർ കൂടെ വരും ഇതിന്. അപ്പൊ ഇപ്പൊ ഈ കുട്ടി നിർത്തുമ്പോ ചെലവല്ലേ? അപ്പൊ എല്ലാം കൂടെ കൂടുമ്പോ ഇതിനധികം ചെലവ് വരുന്നില്ല. തീറ്റ അവൾക്ക് കൊടുക്കുന്നതിന്റെ ആ കഞ്ഞിന്ന് തന്നെ വെക്കും കൊടുക്കുന്നത്. അതിനടുത്ത് ഇതും കൊടുക്കുന്നു. അപ്പൊ ഒരു 250 ഏകദേശം വരും. അത്ര ഒപ്പിക്കാൻ പറ്റില്ലല്ലോ, ഏകദേശം അല്ലെ? അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ലീല എന്ന വീട്ടമ്മയുടെ പശു വളർത്തലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.